ഹലോ ഗൈസ്, ഒരു ഫ്രണ്ട് അവനക്കൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാനുള്ള ട്രിക്സ് ഒക്കെ ചോദിക്കുകയാണ്. അവന് നന്നായി തന്നെ ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവസാനമാണ് അറിയുന്നത് അവൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു പെണ്ണ് തന്നെ അവന്റെ ഭാര്യയാണെന്ന്. ഇതാണ് ഈ ഒരു കഥയുടെ വൺ ലൈൻ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2024 പുറത്തിറങ്ങിയ പൊണ്ണൊன்று കണ്ടെന്നുള്ള ഒരു തമിഴ് മൂവിയാണ്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ ഈ ഒരു കഥയില് 2 ഹീറോസും ഒരു ഹീറോയിനാണ് ഉള്ളത്. ഒരു ഹീറോയിന്റെ പേര് ശിവ, അവനിപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ഹീറോ ആണ് സായി. അവൻക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഉള്ള പണിയും കളഞ്ഞിട്ട് അമ്മക്ക് സ്ട്രോക്ക് വന്നോണ്ട് തന്നെ ഇപ്പൊ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹീറോയിൻ ആയിട്ടുള്ള സാന്റി, അവളുടെ യഥാർത്ഥ പേര് സുന്ദരി എന്നാണ്, പക്ഷെ ഒന്ന് പരിഷ്കരിച്ചിട്ട് ഇപ്പൊ സാന്റി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അവളൊരു ഷെഫാണ്. ഹീറോ ശിവക്ക് 3 ചേച്ചിമാരുണ്ട്. അവരാന്ന് വെച്ചാൽ ഇവനെ എങ്ങനെയെങ്കിലും പെണ്ണ് കെട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ആ ഒരു ചേച്ചിമാര് പറഞ്ഞിട്ട് ഒരു അച്ഛനും അമ്മയും മകളും കൂടി ആണ് കാണാനായിട്ട് അവന്റെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ഇവനാന്ന് വെച്ചാൽ അത് പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇവൻ മെയിൻ ആയിട്ട് പ്രഗ്നൻസി ഒക്കെ ആണ് നോക്കാറ്. അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മനെയും പുറത്തു നിർത്തിക്കൊണ്ട് അവൻ ആ ഒരു പെണ്ണിനോട് എനിക്ക് മനസ്സിലായി, കല്യാണം കഴിയാണ്ട് പ്രഗ്നന്റ് ആയില്ലേ, ശരിയാക്ക, നമുക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോ അവളുടെ കയ്യിൽ നിന്നും മുഖത്ത് കൊരനം കിട്ടുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ ഒക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കുന്ന ഒരു ഭർത്താവിന് വേണ്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാണ്. ഇതുകൊണ്ട് തന്നെ കാര്യം പറയാണ്ട് പെണ്ണിനെ അയച്ചതിന് ചേച്ചിമാർ അവൻ വിളിച്ച് നന്നായി തന്നെ ചീത്ത പറയുന്നുണ്ട്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പെണ്ണ് കാണാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ചേച്ചിമാര് 3 പേരും അത് പറയാതെ ഇരുന്നത്. എന്നാലും അവൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൻക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു 10-42 ഗേൾ ഫ്രണ്ട്സോളം ഉണ്ട്. സാന്റി ഇപ്പോ ഒരു വലിയ ഷെഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഒരു മെയിൻ ഷെഫ് ആയതുകൊണ്ട് തന്നെ അവളുടെ സീനിയർ ഷെഫ് അവൾക്കൊരു ഓഫർ കൊടുക്കാണ്. ചെന്നൈയില് ഇവരുടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. ആ ഒരു ബ്രാഞ്ചിലേക്ക് പോയിട്ട് ഇവൾ അവിടെ എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. പിന്നീട് അതൊന്ന് പച്ച പിടിച്ചതിന് ശേഷം ഇവൾക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരാം. പക്ഷെ സാന്റിക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആലോചിച്ചിട്ട് പറയാന്നാണ് അവള് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം ശിവയുടെ സ്കൂൾ മേറ്റ് അവനക്ക് വിളിച്ചിട്ട് സ്കൂൾ ഗെറ്റ് ടുഗദർ ഉണ്ടെന്നും വരാനായിട്ടും പറയുന്നുണ്ട്. എന്നാ അവനെ എടുത്ത വഴിക്ക് അവൻ വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫ്രണ്ട് ഒപ്പം അവനൊന്നും വരുന്നില്ല, അവനൊന്നും ഞങ്ങൾ വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവയും വരാന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ സഹായിയുടെ വീട്ടിൽ അമുദ എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആള് ഭയങ്കര ജോളിയാണ്. അമ്മക്ക് പഞ്ചസാര ഒന്നും കൊടുക്കാൻ പാടില്ല, എന്നാലും ഈ ഒരു വയസ്സാം കാലത്ത് പഞ്ചസാര കൊടുത്തായപ്പോ എന്താന്ന് ചോദിച്ച് അവൾ അമ്മക്ക് പഞ്ചസാര ഒക്കെ കൊടുക്കും. സായിനെ ആ ഒരു വേലക്കാരി പെണ്ണ് ചേട്ടാ ചേട്ടാന്ന് വരെയാണ് വിളിക്കുന്നത്. ഇപ്പൊ സായിന്റെ ഫ്രണ്ട്സും അവൻ്റെ അടുത്ത് വന്നിട്ട് കോളേജിൽ ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഉണ്ട്, നീ വരണമെന്ന് പറയാണ്. സായി അപ്പോഴും ചോദിക്കുന്നത് അവൻ ഉണ്ടാവോന്നാണ്. എന്നാ ഇവര് അവനൊന്നും ഉണ്ടാവൂല, അവനക്ക് ഭയങ്കര അഹങ്കാരമായേക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ അവനെ വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അമ്മയുടെ കാര്യമൊക്കെ അവൻ പറഞ്ഞു ഒഴിയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് അതിന് സമ്മതിക്കുന്നില്ല. അവസാനം അവൻ വരാൻ സമ്മതിക്കാണ്. ഇപ്പൊ സാന്റി അവൾക്ക് ഈ ഒരു ചെന്നൈയിലേക്ക് ജോബ് ഓഫർ കിട്ടിയ കാര്യം ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അച്ഛന് എന്തായാലും കുഴപ്പമില്ല, പക്ഷെ അമ്മക്കാന്ന് വെച്ചാല് അവൾ എങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനിയൻ അവൾക്ക് കട്ട സപ്പോർട്ടായിരുന്നു. അങ്ങനെ അവസാനം അവള് ചെന്നൈയിലേക്ക് പോയിട്ട് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റെസ്റ്റോറന്റ് കാനഡയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ലോഞ്ച് ചെയ്യുമ്പോഴേക്കും അവൾക്ക് തിരിച്ച് കാനഡയിലേക്ക് പോകാന്ന് അവര് ഫിക്സ് ചെയ്യുന്നുണ്ട്. ശിവ ഈ ഗെറ്റ് ടുഗദറിന് പോകുന്നത് അവന്റെ ചേച്ചിമാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചേച്ചിമാരും ചോദിക്കാണ്. എന്നാൽ അവൻ വരില്ല എന്നുള്ള ഉറപ്പിലാണ് ശിവ പോകുന്നത്. അങ്ങനെ സായി സ്കൂളിൽ എത്തുന്നുണ്ട്. സായി അവിടെ പോകുമ്പോഴെല്ലാം അവന്റെ നല്ല നല്ല കാര്യങ്ങളാണ് അവനക്ക് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവനെ കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിലും ഇവൻ ഒരു ഹീറോ ആണ്. പക്ഷെ നമ്മുടെ ശിവക്കാന്ന് വെച്ചാൽ അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നല്ല സ്കൂളിൽ ഉണ്ടായിരുന്നത്. കാരണം അവൻ കുറച്ച് തടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ കുട്ടികളും അവനെ തടിയെന്ന് പറഞ്ഞ് കളിയാക്കിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ഒരു ക്ലാസ് റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്ക് ആക്ച്വലി എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ചെറുതായിരുന്ന സമയത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സായിന് നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും അവന്റെ ഫാൻസ് ആയിരുന്നു. ശിവ ഭയങ്കര ബുളുബുളായോണ്ട് അവനക്ക് വലിയ ഫാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനെ കളിയാക്കാണ് ചെയ്യാറ്. ഇപ്പൊ സ്കൂളില് പുതുതായിട്ട് സുന്ദരി എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് വന്ന് പ്രയർ ചൊല്ലുന്നുണ്ട്. അത് കണ്ട് ശിവക്കും സായിക്കും ഒന്നിച്ച് അവളോട് ഇഷ്ടം തോന്നാണ്. ശിവ ചേച്ചിമാരോട് ഐഡിയ ഒക്കെ ചോദിച്ച് അവളെ ബർത്ത്ഡേക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയിൽ അങ്ങനെ പോവാണ്. അങ്ങനെ ചേച്ചിമാര് പറഞ്ഞ ഐഡിയയില് അവൻ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. സായി അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കുറെ പൈസ ഒക്കെ ചെലവാക്കി എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശിവ അവൾക്ക് എന്തോ ഒരു മൈസൂപ്പാക്ക് കൊടുത്തതും അവൾ അവനക്ക് ഒരു ഉമ്മ കൊടുക്കാണ്. ഇത് സ്കൂള് മൊത്തം അറിയുന്നുണ്ട്. അവസാനം സായിയുടെ ചെവിയിലും എത്തുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും എന്റെ പെണ്ണിനെ വളച്ചു, എനിക്കാണ് സുന്ദരി എന്ന് പറഞ്ഞ് അവിടെ കടന്ന് അടി ഉണ്ടാക്കാണ്. ഈ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു നമ്മുടെ സായിയുടെ അമ്മയായിട്ടുള്ള മീനാമ്മ. സായിനെ കൊണ്ട് ആ ഒരു അമ്മ എന്ന് വെച്ചാൽ ആകെ പൊറുതി മുട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ എന്താ ഈ ഒരു സുന്ദരി ഉണ്ടല്ലോ, അവൾ ആദ്യം സായിക്ക് ഉമ്മ കൊടുത്തിട്ടാണ് പിന്നെ ശിവക്ക്
ഉമ്മ കൊടുക്കാനായിട്ട് പോയത്. അങ്ങനെ അവളുടെ അമ്മാവൻ അവളെ ആ സ്കൂളിൽ നിന്ന് മാറ്റുന്നുണ്ട്. നീ കാരനാണ് സുന്ദരി പോയെന്നും പറഞ്ഞ് അവര് പിന്നെ ഭയങ്കര അടിന്ന് വെച്ചാൽ മുട്ടനടി. അവര് രണ്ടുപേരും വലുതായിട്ട് പോലും ആ ഒരു അടിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജ് പിരിയുന്നവരെ അവര് രണ്ടുപേരും നല്ല ഫൈറ്റ് ആയിരുന്നു. ഇപ്പൊ അവിടെ വെച്ചിട്ട് സായി ആകെ കോലം കെട്ടത് കണ്ട ശിവ അവന്റെ ഫ്രണ്ട്സിനോട് ഇവനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മീന എന്ന് പറഞ്ഞ ആ ഒരു ടീച്ചർക്ക്, അതായത് സായിയുടെ അമ്മക്ക് വയ്യാണ്ടായ കാര്യവും സായി അവന്റെ ജോലി കളഞ്ഞിട്ടാണ് ആ ഒരു അമ്മയെ നോക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ശിവ അറിയുന്നത്. അതുകൊണ്ട് തന്നെ സായിനോടുള്ള ദേഷ്യമൊക്കെ അവനക്ക് കുറഞ്ഞ് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ശിവയെ പറ്റി അവന്റെ ഫ്രണ്ട്സിനോടെല്ലാം സായി ചോദിക്കുകയാണ്, ശിവ ഇപ്പൊ കാണാൻ വലിയ മിടുക്കനായിട്ടുണ്ടല്ലോ, അവൻ നല്ല ഗെറ്റപ്പിലൊക്കെയാണല്ലോ വന്നേക്കുന്നേന്ന്. ഒറ്റ ആളായിട്ട് നിന്നിട്ട് ശിവയാണ് ഇതെല്ലാം നേടിയത്. അവനിപ്പോ ഒരു വലിയ ഡോക്ടർ ആണെന്നൊക്കെ അറിഞ്ഞപ്പോ സായിക്കും അവന്റെ മേലിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് അമുദ ചേച്ചി സായിക്ക് വിളിച്ചിട്ട് അമ്മക്ക് തീരെ വയ്യ, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയാണ്. പേടിച്ച് അവൻ ഓടിപ്പോകാൻ നേരം ശിവ അവിടേക്ക് വന്നിട്ട് വണ്ടിയിൽ ഇപ്പൊ പോണ്ട, എന്റെ കാറിൽ പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശിവ ചെന്ന് ആ ഒരു അമ്മയെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ അമ്മക്ക് ശ്വാസം വന്നത് തന്നെ. സായി നന്നായി തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് വന്ന അമ്മയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. ആ സമയത്തെല്ലാം സായിനെ ശിവ നന്നായി തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയാല് സായിക്ക് ഈ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ടുപേരും നല്ല കമ്പനി ആവുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, നീ ആകെ മാറി, ഇപ്പൊ നല്ലൊരു സ്വഭാവമാണെന്ന്. സ്ഥലം മാറി ചെന്നൈയിലേക്ക് വരുന്നുണ്ട്. സായി ഒറ്റക്ക് ആ ഒരു കുഗ്രാമത്തിലായതുകൊണ്ട് തന്നെ മീനമ്മയെ ചികിത്സിക്കാനായിട്ട് സായിയുടെ വീട് വിറ്റ് ചെന്നൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ശിവ പറയുന്നുണ്ട്. അവൻ പറഞ്ഞ പോലെ തന്നെ സായി എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. സായി ഇപ്പൊ തിരിച്ചു വരുന്നതിൽ അവന്റെ ചേച്ചിമാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പഴയതൊക്കെ മറന്നു എന്നാണ് ശിവ പറയുന്നത്. അങ്ങനെ ആ ഒരു പുതിയ ഫ്ലാറ്റിലേക്ക്, അതായത് ചെന്നൈയിലേക്ക് സായും താമസം മാറുന്നുണ്ട്. ചേച്ചിമാരായിട്ടും സായി പിന്നെ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഈ സായിയുടെ ഫ്ലാറ്റിന്റെ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു സാൻഡിയുടെ ഫ്ലാറ്റും. സായിനെ ഒട്ടാകെ ഒന്ന് മാറ്റണമെന്ന് ശിവ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഗേൾ ഫ്രണ്ട്സിനെ അവനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇവന്റെ പെരുമാറ്റം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ തനി നാടനായിരുന്നു, പഴഞ്ചനായിരുന്നു. ആ ഒരു ഫ്രണ്ട്സിനെ ശിവക്ക് പോലും നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സായിയുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഡ്രസ്സിങ്ങും ഒക്കെ മാറ്റിക്കണമെന്ന് ശിവൻ വിചാരിച്ചിട്ട് അവനൊരു മാളിലേക്കൊക്കെ കൊണ്ടുപോയി, പബ്ബിലേക്കൊക്കെ കൊണ്ടുപോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവന്റെ അപ്പിയറൻസ് മൊത്തത്തിൽ ചേഞ്ച് ആവുന്നുണ്ട്. സായിനെ കാണാൻ ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സായി ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന സമയത്താണ് അവന്റെ അമ്മ സുന്ദരി സുന്ദരി എന്ന് പറയുന്നത് കേട്ട് അവൻ അവിടേക്ക് നോക്കുന്നത്. അപ്പൊ സായി ആദ്യമായിട്ട് സാൻഡിനെ കാണാണ്. സാൻഡിനെ കണ്ടപാര സായിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. ശിവ ഈ സമയം വേറൊരു പെണ്ണിനെ കറക്റ്റ് ചെയ്ത് അവര് തമ്മിൽ എന്തൊക്കെ ചെയ്യാൻ നേരത്താണ് സായി അവനക്ക് കോൾ ചെയ്തിട്ട്, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, നീയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവൾ എനിക്ക് എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് സായി ശിവ പറയുന്നതനുസരിച്ച് സാൻഡിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സാൻഡിയോട് വന്ന് സംസാരിക്കുന്നുണ്ട് ശിവ പറഞ്ഞതുപോലെ ഒക്കെ. പക്ഷെ പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയതുകൊണ്ട് തന്നെ സാൻഡിനെ അവിടെ പിന്നെ കാണാനില്ല. അങ്ങനെ അവളെ മിസ്സായി പോകുന്നുണ്ട്. സായിനോട് വർത്താനം പറഞ്ഞിരിക്കുന്നോണ്ട് തന്നെ ശിവ കറക്റ്റ് ചെയ്ത് ആ ഒരു പെണ്ണും എണീറ്റ് പോവാണ്. പിറ്റേ ദിവസം സാൻഡിനെ കുറിച്ച് ഫോൺ ചെയ്ത് ബാത്റൂമിൽ ഇരുന്ന് ശിവയോട് സായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ടൈമിൽ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് തന്നെ ആ പുക അപ്പുറത്തുള്ള സാൻഡിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. സാൻഡിക്ക് ഈ ഒരു സ്മോക്ക് ചെയ്യുന്നതിന്റെ മണം പിടിക്കാത്തോണ്ട് തന്നെ ചീത്ത പറയാനായിട്ട് അവള് ഫ്ലാറ്റിലേക്ക് വരുമ്പോഴാണ് അവിടെ സായിനെ അവള് കാണുന്നത്. സായിനെ ഇന്നലെ ഫംഗ്ഷനിൽ വെച്ച് കണ്ട പരിചയം അവൾക്ക് ഉണ്ടായിരുന്നു. അമ്മയെ കാണുമ്പോഴാണ് അവൻ എന്തുകൊണ്ടാണ് ബാത്റൂമിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോ എനിക്കൊന്ന് മിസ് കോൾ ചെയ്താൽ മതി, അപ്പൊ ഞാൻ ആ ഒരു ഏരിയക്ക് വരില്ല, നിങ്ങൾ ധാരാളം സിഗരറ്റ് വലിച്ചോന്നും പറഞ്ഞ് സാൻഡി അവളുടെ നമ്പർ സായിക്ക് കൊടുത്തിട്ട് മിസ് കോൾ അടിക്കാൻ പറഞ്ഞു പോകുന്നുണ്ട്. സാൻഡി പോയതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ എന്തിനാ അറിയാത്ത ഒരാൾക്ക് നമ്പർ കൊടുത്തേന്ന് ആലോചിക്കുന്നത്. അവൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്ന ഒരാളായിരുന്നു. സാൻഡിയുടെ നമ്പർ കിട്ടിയ സായിയും ആകെ സന്തോഷിക്കുന്നുണ്ട്. ശിവ സായിനോട് ആകെ പറയുന്ന കാര്യം, നീ ഒരിക്കലും സാൻഡിക്ക് അങ്ങോട്ട് വിളിക്കരുത്, അവൾ ഇങ്ങോട്ട് വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടൈമിൽ തന്നെ സാൻഡി അവനക്ക് വിളിക്കുന്നത്. എന്താന്ന് വെച്ചാല് സാൻഡി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ ഉണ്ടല്ലോ അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവൾ കൈ വിടുമ്പോ എല്ലാം ഉറക്കെ അറണ്ട് പൊളിച്ച് കരയാനായിട്ട് തുടങ്ങാണ്. ആൾക്കാർ കൂടാനായിട്ട് തുടങ്ങാണ്. ഇപ്പൊ കുറെ നേരമായിട്ട് അവളിങ്ങനെ അമ്മയുടെ കൈയും പിടിച്ച് നിൽക്കാണ്. പക്ഷെ ഇവൾക്ക് ഇപ്പൊ അർജന്റ് ആയിട്ട് ടോയ്ലറ്റിൽ പോണായിരുന്നു. അത് പറയാനായിട്ടാണ് അവള് സായിനെ വിളിച്ചത്. സായും പെട്ടെന്ന് ഓടി അവിടേക്ക് എത്തുന്നുണ്ട്. സായി വന്ന് അമ്മയുടെ കൈ പിടിച്ചപ്പോഴാണ് സാൻഡിയെ ആ ഒരു അമ്മ വിട്ടത്. ഇതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയെ എത്രത്തോളാണ് അവൻ കയർ ചെയ്യുന്നതെന്ന് കണ്ട സാൻഡിക്ക് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഡേറ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. സാൻഡി അവന്റെ അമ്മനായിട്ട് നല്ല കമ്പനി ആവുന്നുണ്ട്. സായി അവരുടെ കല്യാണം വരെ ഇങ്ങനെ ഇമേജിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ശിവക്ക് ഒരു പെണ്ണിനെ കാണാനായിട്ട് മാളിലേക്ക് 3 ചേച്ചിമാർ
ചേച്ചിമാരും കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. അവനക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചിമാരുടെ നിർബന്ധത്തിനാണ് അവൻ വന്നത്. അവര് മൂന്നുപേരും ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അവിടെ മുകളിലായിട്ട് സായിനെ ശിവ കാണുന്നത്. അപ്പൊ തന്നെ അവൻ ഫോൺ ചെയ്യുന്നുണ്ട്. സായി ശരിക്കും സാന്റിനായിട്ട് ഷോപ്പിങ്ങിന് വന്നതായിരുന്നു. ശിവയെ കണ്ട അവനും സാന്റിയെ പരിചയപ്പെടുത്തി കൊടുക്കാന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവള് ഡ്രസ്സിംഗ് റൂമിലാണ്. പുറത്തു വന്നതും സായി അവളെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ശിവയെ കാണാനില്ല. അവനിപ്പോ എവിടാന്ന് വെച്ചാല് അവനിപ്പോ ഒളിച്ചു നിന്ന് സാന്റിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് തമ്മിൽ മുന്നേ ഒരു കണക്ഷൻ ഉള്ള പോലെ. ശിവ ആകെ വേർക്കുന്നുണ്ടായിരുന്നു. അവനാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ആ ഒരു 3 ചേച്ചിമാരും വരുന്നുണ്ട്. 3 ചേച്ചിമാർ ഈ സായി സാന്റിയെ ഒന്നിച്ചു നിൽക്കുന്നത് കണ്ട് അവരും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മളെ കാണിക്കുന്നത്. ഓൾറെഡി സാന്റിയെ വിവാഹം ചെയ്തിരുന്നത് നമ്മുടെ ശിവ ആയിരുന്നു. ഈ 3 ചേച്ചിമാരും ശിവയോട് പറയുന്നുണ്ട്, നീ ഇക്കാര്യം സായിനോട് എന്തായാലും തുറന്നു പറയണം. അത് പറയാനായിട്ട് ശിവ സായിനായിട്ട് രാത്രി ഒന്നിച്ച് കൂടുന്നുണ്ട്. പക്ഷെ സായി അതിനു മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സാന്റിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, അവള് ഡിവോഴ്സ്ഡ് ആയതാണെന്ന്. അപ്പോഴും അവൻ ആ ഒരു പയ്യനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ തന്നെയല്ലേ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിരിക്കാനായിട്ട് ശിവക്ക് പറ്റോ? അവൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് കേസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് മുങ്ങുന്നുണ്ട്. ഇനിയിപ്പോ അതൊക്കെ പഴയതല്ലേ, അത് അതിന്റെ വഴിക്ക് വിട്. അതൊന്നും ഇനി സായിനോട് പറയണ്ടെന്ന് ശിവയും വിചാരിച്ചു. ഇപ്പൊ ശിവ വേറെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകാണ്. ആ പെണ്ണ് റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു സെയിം റെസ്റ്റോറന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന സാന്റി ശിവയെ കാണുന്നത്. അവള് നല്ല രീതിയിൽ തന്നെ വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. സാന്റി ശിവയുടെ നമ്പർ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവര് തമ്മിൽ ഡിവോഴ്സ് ആയതിന്റെ ആ ഒരു ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇപ്പൊ പാതി രാത്രി പോലും സായി ആണെന്ന് വെച്ചാൽ ശിവക്ക് വിളിച്ചിട്ട് ഓരോ അഡ്വൈസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ 6 മണിക്ക് അവളുടെ കൂടെ ജോഗിങ്ങിന് പോവാന്ന് വിചാരിക്കുന്നുണ്ട്. നീ എന്താ പറയുന്നത്? ഓക്കെ അല്ലേ? അവളെ കൊണ്ട് അമ്പലത്തേക്ക് പോയാലോ? അത് ഓക്കെ അല്ലേ? അവളെ കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയാലോ? ലൈറ്റ് ഹൗസിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്താലോ? ഇങ്ങനെ ഓരോ ഡൗട്ട് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ശിവക്ക് ആകെ ഭ്രാന്ത് വരുന്നുണ്ട്. ഇപ്പൊ ശിവ സായിയും സാന്റിയും കൂടി റൊമാൻറ്റിക് ആയി ഇരിക്കുന്നതല്ല സ്വപ്നം കാണുന്നുമുണ്ട്. അവനക്ക് എന്തോ ഭയങ്കര കുശുമ്പ് തോന്നാണ്. ഒരു ദിവസം സാന്റി തന്നെ ശിവക്ക് വിളിച്ചിട്ട് അവളുടെ കൊളീഗിന് എന്തോ പരിക്ക് പറ്റി ഉടനെ തന്നെ റെസ്റ്റോറന്റിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അവന് ഓടി അവിടേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചേച്ചിമാരാകെ അത്ഭുതപ്പെടാണ്. ഇപ്പൊ ഹോസ്പിറ്റലില് ആ കൊളീഗിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് നടന്നത് ശിവയുടെ സഹായത്തോണ്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ സാന്റി അവനോട് കുറെ താങ്ക്സ് പറയുന്നുണ്ട്. സാന്റിയുടെ ഈ പെരുമാറ്റം കൊണ്ട് തന്നെ ശിവക്ക് അവളോട് വലിയ അട്രാക്ഷൻ തോന്നാണ്. അവളെ ഇനി വിട്ടു കൊടുക്കരുതെന്നൊക്കെ അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് സായി അവന്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ശിവൻ സാന്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവനക്കും ഇതെന്തത് ഇങ്ങനെയൊക്കെയെന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് സാന്റി സായിനെയും വലിച്ചുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് വരുന്നത്. അവര് രണ്ടുപേരെയും പരസ്പരം സാന്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യം സാന്റിക്ക് അറിയില്ലായിരുന്നു. അവരത് പറയുന്നുമില്ല. മുന്നേ പരിചയമില്ലാത്തവരെ പോലെയാണ് അവര് ആക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് സാന്റി ഒരു വലിയ ഗുണ്ടെറിഞ്ഞു പൊട്ടിക്കുന്നത്. സായി, ഇതാണ് നിനക്ക് അറിയുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ശിവ, എന്റെ എക്സ് ഹസ്ബൻഡ് ആണെന്ന്. ഇത് കേട്ട് സായി ആകെ ഷോക്ക് ആവാണ്. സായിക്ക് ഇപ്പോ ശിവയും സാന്റിയും തമ്മിൽ റൊമാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ആലോചിച്ച് ഉറക്കേ ഉണ്ടായിരുന്നില്ല. അവൻ സ്വപ്നങ്ങളിൽ നിന്നെല്ലാം ഞെട്ടി ഉണരാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ സായി രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് രണ്ടുപേരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവര് പറയുന്നത് ശിവ ഗൈനക്കോളജിസ്റ്റിന്റെ ആ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈം അവൻ എവിടെ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു ആൺ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പെണ്ണുങ്ങൾ ഇവന്റെ അടുത്തേക്ക് വന്നേർന്നില്ല. ആ സമയത്താണ് ഒരു NGOയില് വർക്ക്ഷിപ്പിന് വേണ്ടിയിട്ട് സാന്റി അവിടേക്ക് എത്തുന്നത്. ശിവയുടെ അടുത്തേക്ക് ആരും വരാത്തോണ്ട് തന്നെ അവള് ശിവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സീരിയസ് ആയിട്ട് ഒരു ഡെലിവറി കേസ് വരുന്നുണ്ട്. അവൻ സേഫ് ആയിട്ട് തന്നെ ആ ഒരു കുട്ടിയെ ഡെലിവറി ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ അവനക്ക് ഒരുപാട് പേഷ്യൻസിനെ കിട്ടുന്നുണ്ട്. ഇവര് രണ്ടുപേരും അങ്ങനെ പരസ്പരം സംസാരിച്ച് രണ്ടുപേർക്കും തമ്മി ഇഷ്ടം തോന്നുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ ശിവ ആണെന്ന് വെച്ചാൽ അവളെ പോയി പ്രപ്പോസ് ചെയ്യാണ്. കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അവളും വീട്ടിൽ വന്ന് സംസാരിച്ച് അവര് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാണ്. ശിവൻ ഡയറക്റ്റ് അവന്റെ ചേച്ചിമാരെയും കൂട്ടിക്കൊണ്ട് സാന്റിയുടെ അച്ഛനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അവസാനം അവരുടെ കല്യാണം കഴിയുന്നുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ അവസരമൊക്കെ അവര് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയിരുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനായിട്ട് തുടങ്ങാണ്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് സാന്റിക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് അവൻ രാവിലെ തന്നെ ജോലിയെന്നും പറഞ്ഞു പോകും. പിന്നെ ഒരു വിളിയില്ല, കാര്യങ്ങളുമില്ല. രാത്രിയാകുമ്പോൾ കയറി വരും. അവൾ ഈ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒറ്റക്കൊറ്റക്കാണ്. പിന്നെ പോരാത്തതിന് 3 ചേച്ചിമാര്. അവരെ 3 ഡീൽ ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. ശിവ പറയുന്ന കുറ്റം എന്താന്ന് വെച്ചാല് അവളൊരു 18 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ടേയിരിക്കും.
അവൾക്കൊരു വെള്ളം ചൂടാക്കാൻ പോലും അറിയില്ല. പിന്നെ ചേച്ചിമാരായിട്ട് ചേരുന്നില്ല. ഇതൊക്കെയായിരുന്നു അവര് തമ്മിലുള്ള പ്രശ്നം. പിന്നീട് അവര് പരസ്പരം മിണ്ടാതായി. സാൻഡിക്ക് ഇതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അത് വീട്ടിൽ അറിയിക്കുകയാണ്. അങ്ങനെ വീട്ടുകാര് തമ്മിൽ ഈ പ്രശ്നം സംസാരിച്ച് മ്യൂച്വൽ ഡിവോഴ്സിൽ അവര് രണ്ടുപേരും സൈൻ ചെയ്യുന്നുണ്ട്. അവര് പരസ്പരം ഒരു വിഷമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാൻഡിയുടെ അച്ഛൻ ശിവനോടും നന്നായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ശിവയുടെ സിസ്റ്റേഴ്സും സാൻഡിയോടും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ച് പിരിയുന്നത്. പിന്നെ അവര് കരിയറിൽ മുന്നോട്ട് പൊക്കൊണ്ടിരുന്നു. അവർ ഈ ഒരു കാര്യങ്ങളൊന്നും പിന്നീട് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എടാ, അവളെ എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ്, എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും അവളോട് ഇല്ലാന്നാണ് ശിവ സായിനോട് പറയുന്നത്. എന്നാൽ സായി അപ്പൊ പറയാണ്, എന്നാലും നിന്റെ എക്സ് വൈഫ് അല്ലേടാ, അവളോട് ഞാൻ പ്രത്യേകിച്ച് ഇനിയൊരു ഇഷ്ടമൊന്നും വെക്കുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ശിവ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവര് രണ്ടുപേരും ഇപ്പോഴും സാൻഡിയോട് അവര് തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സാൻഡിയുടെ അമ്മയും അനിയനും അവളുടെ ആ ഒരു ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. സാൻഡിയുടെ ഫ്രണ്ട്സ് ആണ് സായി ശിവയെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു. സാൻഡിയുടെ അമ്മക്ക് സായിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അവനെ വേഗം തന്നെ കാണണമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അനിയനാണെന്ന് വെച്ചാൽ ശിവനെയാണ് ഇഷ്ടം. ഇവര് ഡിവോഴ്സ് ആയെങ്കിലും എനിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അനിയനും പറയുന്നത്. ഹോസ്പിറ്റലിലായിരുന്നിട്ട് പോലും സാൻഡി എനിക്ക് വിളിക്കോ എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ ആയിരുന്നു ശിവ. അവസാനം ശിവ ആയിട്ട് തന്നെ സാൻഡിയെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സായി അവൾക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മനെ അനിയനെ കൂട്ടിക്കൊണ്ട് സാൻഡി സിനിമക്ക് വന്നേക്കാണ്. അവള് ശിവയെയും സായിയെയും സിനിമക്ക് വരാനായിട്ട് പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടുപേരെ ഒന്നിച്ച് വിളിക്കുന്നത്. എന്നാൽ അവര് രണ്ടുപേരും ജെന്റിൽമാൻ ആണ്, പ്രശ്നമൊന്നും ഇല്ലാന്നാണ് സാൻഡി പറയുന്നത്. അങ്ങനെ രണ്ടുപേരും അവിടേക്ക് വരുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്. ആദ്യമൊക്കെ അവര് കണ്ടുമുട്ടാതെ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും വാഷ്റൂമിൽ വെച്ച് രണ്ടുപേരും കൂട്ടിമുട്ടാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാണുന്നുണ്ട്. സാൻഡി വിളിച്ചിട്ടാണ് വന്നതെന്ന് രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ടായിരുന്നില്ല. സാൻഡി ഇവരെ രണ്ടുപേരും കണ്ടതും ആ ശിവ സായി വായോ ഒന്നും പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴാണ് ഇവര് രണ്ടുപേരും നുണ പറഞ്ഞതാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. സായി അമ്മയോട് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. ശിവ ആണെന്ന് വെച്ചാൽ അനിയനോട് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനിയനും സാൻഡി അമ്മ അവിടെ നിന്ന് മാറിയതും ഇവര് രണ്ടുപേരും വലിയ ഫൈറ്റ് ആവാണ്. നീ അല്ലേടാ പറഞ്ഞേ വേറെ സിനിമക്ക് വന്നതാണ്, പിന്നെ എന്താണ് നീ ഇവളായിട്ട് വന്നേക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഒരാള്. അപ്പോ ഞാൻ വന്നതൊന്നല്ല, അവൾ എന്നെ വിളിച്ചു വരുത്തിയതാണെന്നാണ് അവൻ പറയുന്നത്. ഇപ്പൊ രണ്ടുപേരും നല്ല ടെൻഷനിലായിരുന്നു. രണ്ടുപേർക്കും ഇപ്പൊ സാൻഡിയെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റൂല. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അവര് ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് സംസാരിച്ച് നീ എന്നോട് നുണ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് അടികൂടാന്ന് വെച്ചാൽ ചെറുപ്പത്തില് കുട്ടികളായിരുന്നപ്പോ അവര് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്തിരുന്നത് അതുപോലെ കിടന്ന് ഉരുണ്ട അടി കൊള്ളാണ്. എനിക്കാണ് സുന്ദരി, നീ വിട്ടിട്ട് പോന്ന് പറഞ്ഞിട്ട് സായി പറയുന്നത്, നീ ഓൾറെഡി അവിടെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ലൈഫ് ഫെയിലിയർ ആയതല്ലേ, പിന്നെ എന്തിനാ ഇതിന്റെ ഇടയിൽ കയറി വരുന്നേന്നാണ്. എന്നാൽ ശിവ പറയുന്നതോ, അതൊക്കെ പണ്ട് നടന്നതാ, ചെറുപ്പകാലത്തില് അതെനിക്ക് പറ്റിയ ഒരു വലിയ മിസ്റ്റേക്കാ, ഞങ്ങൾക്ക് ഇനി നന്നായി തന്നെ ജീവിക്കാൻ പറ്റും, നീയാണ് ഞങ്ങളുടെ ഇടയിൽ കയറി വന്നതെന്നൊക്കെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ ഫൈറ്റ് കഴിഞ്ഞാണ് അവര് പിരിയുന്നത്. എങ്ങനെയെങ്കിലും സായിനെ തിരിച്ച് അവന്റെ ഗ്രാമത്തിലേക്ക് തന്നെ അയക്കണമെന്ന് ശിവ പ്ലാൻ ചെയ്യുന്നുണ്ട്. സായി ആണെന്ന് വെച്ചാൽ അവന്റെ ഗ്രാമത്തിൽ വെച്ച് സാന്തിയെ കല്യാണം കഴിക്കുന്നതും സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. സാൻഡി ഇപ്പോ രണ്ടുപേരും കോൺഫറൻസ് ഇട്ടുകൊണ്ട് ബോറടിക്കുന്നു, എങ്ങോട്ടെങ്കിലും പുറത്തു പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സായിക്ക് ശിവ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വരുന്നുണ്ട്, ശിവക്ക് സായി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സാൻഡിയുടെ മുന്നിൽ അത് കാണിക്കുന്നേ ഇല്ല. അങ്ങനെ അവര് മൂന്നുപേരും കൂടി ഒന്നിച്ച് ചുറ്റിക്കറങ്ങാനായിട്ട് പോവാണ്. സാൻഡി ഇല്ലാത്ത സമയത്ത് അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സാൻഡിയുടെ കൂടെ ഇരിക്കാനും സാൻഡിയുടെ കൂടെ നടക്കാനായിട്ട് അവര് തമ്മിൽ വലിയ ഫൈറ്റ് ആയിരുന്നു. അവൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്തോ അറിയൂല, അവള് മനസ്സിലാവാത്ത പോലെ നടക്കാണ്. സാൻഡിയുടെ അനിയനാണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ശിവനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് സായിനെ എങ്ങനെയെങ്കിലും അവരുടെ അടുത്തുനിന്ന് മാറ്റാൻ വേണ്ടി ആ ഒരു അനിയനെ നോക്കുന്നുണ്ട്. അമ്മക്കും അനിയനക്കും മനസ്സിലാവുന്നുണ്ട് ശിവക്കും സായിക്കും അവളോടൊരു ഇഷ്ടമുണ്ടെന്ന്. ആരായിരിക്കും വലുതായിട്ട് നിൽക്കുന്നതെന്ന് അവര് ബോർഡ് വരച്ചെല്ലാം നോക്കുന്നുണ്ട്. സാൻഡിക്ക് പോലും അത് അറിയില്ലായിരുന്നു. അവൾക്ക് രണ്ടുപേരോടും ഒരു താല്പര്യമുണ്ട്. ആരാണ് ബെറ്റർ, അയാളെ കല്യാണം കഴിക്കാന്നാണ് അവളുടെ വിചാരവും. അതെങ്ങനെയെങ്കിലും മനസ്സിലാക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ടുപേരെ ഒന്നിച്ചു കൂടെ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. രണ്ടുപേരെ ഒറ്റൊറ്റായിട്ട് കൊണ്ടുപോകുന്ന അനിയൻ അവളെ ഉപദേശിക്കുകയാണ്. അവളും അതുപോലെ തന്നെ സായിയുടെ കൂടെ ഒറ്റക്ക് പോകാനായിട്ട് തുടങ്ങാണ്, ശിവയുടെ കൂടെ ഒറ്റക്ക് പോകാനായിട്ട് തുടങ്ങാണ്. ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത് മറ്റോൻ ഇവളെ അവോയ്ഡ് ചെയ്തതാണ്. അതായത് ശിവ വിചാരിക്കുന്നു സായിനെ അവൾ അവോയ്ഡ് ചെയ്ത് എന്നോടാണ് കൂടുതൽ ഇഷ്ടം, സായി വിചാരിക്കുന്നത് ശിവൻ അവൾ അവോയ്ഡ് ചെയ്തു എന്നോടാണ് അവൾക്ക് ഇഷ്ടം. രണ്ടുപേരും തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോഴും സാൻഡിക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. രണ്ടുപേരും അവളെ നന്നായി തന്നെയാണ് നോക്കുന്നത്. ആരെ ചൂസ് ചെയ്യുന്ന അവൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈയിൽ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറന്റിന്റെ ലോഞ്ചിങ് ഡേ ആവുന്നുണ്ട്. അതിന് രണ്ടുപേരും അവൾക്ക് ഫ്ലവറും കൊണ്ടാണ് വരുന്നത്.
അന്ന് അവിടേക്ക് സാൻഡിയുടെ അച്ഛനും വരുന്നുണ്ട്. അച്ഛൻ ശിവനെ കണ്ടിട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനായോണ്ട് തന്നെ അവരോട് പോയി നിന്ന് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഈ സമയത്ത് അവിടേക്ക് വന്നിട്ട് അവൾ കാനഡയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവൾ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന് രണ്ടുപേരും വിചാരിക്കുകയാണ്. സാൻഡി ഇപ്പൊ കുക്ക് ചെയ്യുന്ന സമയത്ത് അവളെ അടുത്തേക്ക് പോയിട്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടുപേരും. സംഭവം രണ്ടുപേരും കുറച്ചൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു തർക്കം വന്നത്. അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് എനിക്കാണ് സുന്ദരി എന്ന് പറഞ്ഞ അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. ഇതുകൊണ്ട് തന്നെ സാൻഡിക്കും വലിയ നാണക്കേട് തോന്നുന്നുണ്ട്. അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവര് പറയുന്നുണ്ട്, ചെറുപ്പത്തില് ആ സുന്ദരിയെ നീ തട്ടിക്കൊണ്ടുപോയി, ഇപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ വേറൊരു സുന്ദരിയെ നോക്കിയപ്പോ അവളെ നിനക്ക് വേണല്ലേ എന്ന്. അപ്പോഴാണ് സാൻഡിക്കും ഇവര് മുന്നേ അറിയാവുന്നവരാണ് എന്ന് മനസ്സിലാവുന്നത്. അവളും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് ഈ ഫൈറ്റ് ഒക്കെ നടക്കുന്നോണ്ട് തന്നെ സായിയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മയെ കാണാനില്ല. അവരും പേടിച്ച ആ അമ്മയെ അവിടെ എല്ലാം തേടി നടക്കാണ്. കൂട്ടത്തില് ശിവയെ അമ്മയെ തേടുന്നുണ്ട്. അവസാനം ഒരു ഗാർഡനിൽ നിന്ന് അമ്മയെ കണ്ടുകിട്ടാണ്. ശിവയും സായും ഒന്നിച്ചു ചെന്നിട്ടാണ് ആ ഒരു അമ്മയെ നോക്കുന്നത്. ഇപ്പോഴാണ് സായിക്ക് തന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് തന്നെ ശിവയാണ്. അവള് സുന്ദരിയെ എടുത്തോട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടായി ഫൈറ്റ്. ഇത് കണ്ട് സുന്ദരി അവിടേക്ക് വീണ്ടും വരുന്നുണ്ട്. ആദ്യം വേണമെന്ന് പറയുന്നു, ഇപ്പൊ വേണ്ടാന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നും പറഞ്ഞ് അവര് രണ്ടുപേരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പുല്ലിന്റെ ഇടയിൽ നിന്ന് ഒരു പെണ്ണ് ചാടി വരുന്നുണ്ട്. നിന്നോട് ഞാൻ ഇപ്പോഴാണോ വരാൻ പറഞ്ഞതെന്ന് സാൻഡി ചോദിക്കുകയാണ്. അത് പിന്നെ അവിടെ നിറച്ച് കൊതുക, അതുകൊണ്ടാണ് അവളും പറയുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കുമ്പോഴാണ് ചെറുപ്പത്തില് സായി ശിവൻ സ്നേഹിച്ചേർന്നല്ലോ വേറൊരു സുന്ദരി, അവളായിരുന്നു ഇത്. ഇതെങ്ങനെയാണ് സാൻഡിക്ക് മനസ്സിലായെന്ന് വെച്ചാല് ഈ അമ്മയെ കാണാണ്ടായില്ലേ, അപ്പൊ തന്നെ സാൻഡി അമ്മ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയെ കണ്ടി ഒരു പെണ്ണ് വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പഴയ സുന്ദരി ഈ അമ്മയുടെ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോഴാണ്, പേരൊക്കെ ചോദിക്കുമ്പോഴാണ് സാൻഡിക്കും ഇത് അവര് പറഞ്ഞ ആ ഒരു സുന്ദരിയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ശിവയുടെ സായിയുടെ മുന്നിൽ പഴയ സുന്ദരി വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ പുതിയ സുന്ദരിയെക്കാളും കാണാൻ പഴയ സുന്ദരി നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും അവളുടെ പിന്നാലെ പോവാണ്. ഇപ്പൊ സാൻഡിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു സുന്ദരിയെ കിട്ടിയാൽ മതി, ഞാൻ തന്നെ വേണമെന്നില്ലാന്ന്. സാൻഡി അവര് രണ്ടുപേരും ഒന്ന് വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവര് വരുന്നേ ഇല്ല. ഈ സുന്ദരിയെ വളയ്ക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഈ ഒരു മൂവി ഇവിടെ വെച്ച് കഴിയാണ്. ഇതിന്റെ അവസാനം എന്തായെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആർക്കാണ് ആ ഇവിടെ കിട്ടിയത്? രണ്ടുപേർക്കും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ രണ്ടുപേരും ഇനി അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യായിരിക്കും. അതായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കഥ എഴുതിയ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ്, അത് പറയാതെ തന്നെ വയ്യ അല്ലേ. എന്തായാലും മൂവി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക്